ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചാലോ? ഇന്നത്തെ കഥയുടെ പേര് പിസ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയാണ്, നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ പറയാമെന്ന് നമുക്ക് ഈ കഥയിലൂടെ പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, നാളെ മഹി പിസ കഴിക്കാൻ പുതുതായി തുറന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നാളെ, ടുമോറോ. കഴിക്കുക, ഈറ്റ്. പുതുതായി, ഇപ്പോൾ പുതിയതെന്ന് വെച്ചാൽ എന്താ? ന്യൂ. തുറന്ന, ഇപ്പോൾ തുറക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ. പോകും, ഇപ്പോൾ പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം ഇവിടെ പോകുമെന്നാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പിന്നീടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് നാളെ. അപ്പം ഇതൊരു പിന്നീടുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നാളെ മഹി പിസ കഴിക്കാൻ പുതുതായി തുറന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകും. നമുക്ക് എങ്ങനെ എഴുതാം? നാളെ, നാളെ എന്ന് വെച്ചാൽ നമുക്ക് ടുമോറോ. ടുമോറോ എന്ന് എഴുതാം. ടുമോറോ, ഒരു കോമ ഇടാം. ടുമോറോ മഹി. ടുമോറോ മഹി പോകും. അപ്പോൾ പോകും, പോകുക എന്ന് വെച്ചാൽ ഗോ. അപ്പം പോകും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഗോയുടെ മുമ്പ് നമുക്ക് എന്ത് യൂസ് ചെയ്ത് എഴുതാം? ഞാൻ പറഞ്ഞു ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് ഗോയുടെ മുമ്പ് വിൽ യൂസ് ചെയ്യാം. ടുമോറോ മഹി വിൽ ഗോ. അപ്പം വിൽ നമ്മളിവിടെ യൂസ് ചെയ്ത് എന്താ? വിൽ, പിന്നീടുള്ളൊരു കാര്യമാണ്. ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ യൂസ് ചെയ്തത് ഗോയ്ക്ക് മുമ്പ്. അപ്പോൾ ടുമോറോ മഹി വിൽ ഗോ. എങ്ങോട്ടാണ് പോകുന്നത്? പുതുതായി തുറന്ന റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പം നമുക്ക് എഴുതാം ടു ദ, പുതുതായി തുറന്ന. അപ്പം നമുക്ക് എഴുതാം ന്യൂലി. ഞാൻ പറഞ്ഞു പുതിയതെന്ന് വെച്ചാൽ എന്താ? ന്യൂ. അപ്പം ഇവിടെ ന്യൂലി. അപ്പം ന്യൂലി ഓപ്പൺഡ്. ന്യൂലി ഓപ്പൺഡ്. അപ്പം തുറന്ന, തുറന്ന എന്നുള്ളതിനാണ് ഇവിടെ ഓപ്പൺ എന്ന് എഴുതുന്നത്. ന്യൂലി ഓപ്പൺ. പിന്നെ എന്താ എഴുതാൻ പോണേ? റെസ്റ്റോറൻറ്റ്. പുതുതായി തുറന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പം എവിടെയാ? വിൽ ഗോ ടു ദ ന്യൂലി ഓപ്പൺ റെസ്റ്റോറൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? നാളെ മഹി പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടു ഈറ്റ് പിസ്സ. അപ്പം ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. Tomorrow, Mahi will go to the newly opened restaurant to eat pizza. Tomorrow, Mahi will. നമ്മളിവിടെ will യൂസ് ചെയ്തു. ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഗോയുടെ മുമ്പിൽ നമ്മൾ will യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. നമ്മളിവിടെ will യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. കാര്യം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഗോയ്ക്ക് മുമ്പ് will യൂസ് ചെയ്ത് എഴുതി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? നാളെ മഹി പിസ്സ കഴിക്കാൻ പുതുതായി തുറന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകും. Tomorrow, Mahi will go to the newly opened restaurant ടു ഈറ്റ് പിസ്സ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇന്ന് ഉച്ചയ്ക്ക് അവൻ പിസ്സ കഴിക്കാൻ പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇന്ന്, ടുഡേ. ഉച്ച, ആഫ്റ്റർനൂൺ. കഴിക്കുക, ഈറ്റ്. പോയി, പോകുക എന്ന് വെച്ചാൽ ഗോ. ഇവിടെ പോയി എന്നാണ്. അപ്പം നമുക്ക് ഗോയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. പിന്നെ ഇവിടെ പോയി എന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഒരു ഓൾറെഡി പോയി കഴിഞ്ഞു, കഴിക്കാൻ പോയി കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ വിളിക്കാം? പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് ഇത് എഴുതാമെന്ന് നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് അവൻ പിസ്സ കഴിക്കാൻ പോയി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ടുഡേ, ടുഡേ ഹീ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു പോയി എന്ന് വെച്ച് ഇവിടെ പോയി ആണ് കിടക്കുന്നത്. പോവുക, ഗോ. അപ്പം ജസ്റ്റ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. ഗോ എന്ന് വെച്ചാൽ എന്താ? പോവുക, ഗോ. അപ്പം ഇവിടെ പോയി എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഗോയുടെ 3 ഫോംസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതാം. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മളിവിടെ ഏതാണ് എഴുതാൻ പോണേന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. എങ്ങനെ എഴുതാം? നമുക്ക് ടുഡേ ഹീ, നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഗോ വേണോ, വെൻറ്റ് വേണോ, ഗോൺ വേണോ? ഗോ എന്തായാലും നമുക്ക്, ഞാൻ പറഞ്ഞു ഓൾറെഡി പോയി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഗോ എഴുതാൻ പറ്റില്ല, കട്ട് ചെയ്തു. കാര്യം ഗോ പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല, പോയി, കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഞാനിവിടെ ഗോണും കട്ട് ചെയ്തു. നമുക്ക് വെൻറ്റ് യൂസ് ചെയ്തിട്ട് എഴുതാം. ടുഡേ ഹീ വെൻറ്റ്. അപ്പം ഇവിടെ എന്താ എഴുതിയത്? വെൻറ്റ്. പോയി എന്നുള്ളത് ഞാനിവിടെ വെൻറ്റ് യൂസ് ചെയ്തു. അപ്പം പിന്നെ എന്താ എഴുതാൻ പോണേ? ഇന്ന് ഉച്ചയ്ക്ക് അവൻ പിസ്സ കഴിക്കാൻ പോയി. ടുഡേ ഹീ വെൻറ്റ് ടു, ഇവിടെ എഴുതാം ബാലൻസ്. ടുഡേ ഹി വെൻറ്റ് ടു ഈറ്റ് പിസ്സ.
അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അവൻ പിസ്സ കഴിക്കാൻ പോയി. ടുഡേ ഹീ വെന്റ് ടു ഈറ്റ് പിസ്സ. നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഒരു ഗോ എന്ന ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. ഗോ എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമായ ഗോയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെന്റ് എഴുതി. ആ ഒരു ചേഞ്ചാണ് ഒരു പാസ്റ്റ് ഫോം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതി, ഈ ഗോയെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി വെന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, ഗോ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വീണ്ടും എടുത്ത് പറയണത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അവൻ പിസ്സ കഴിക്കാൻ പോയി. ടുഡേ ഹി വെന്റ് ടു ഈറ്റ് പിസ്സ. ടുഡേ ഹി വെന്റ് ടു ഈറ്റ് പിസ്സ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ ഒരു ചീസ് പിസ്സ ഓർഡർ ചെയ്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൻ ഒരു ചീസ് പിസ്സ. ഇവിടെ ഈ ഒരു എന്നുള്ളത് നമുക്ക് എ ഉപയോഗിച്ചിട്ട് എഴുതാം. എ ചീസ് പിസ്സ ഓർഡർ ചെയ്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവനൊരു ചീസ് പിസ്സ ഓർഡർ ചെയ്തു. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹീ ഓർഡേർഡ്. അപ്പോൾ ഇവിടെ ഓർഡർ എന്നാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഓർഡറിനെ കൺവേർട്ട് ചെയ്ത് ഓർഡേർഡ് എന്നാക്കി. കാര്യം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി, ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഓർഡറിനെ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയത്. ഓർഡേർഡ്, ഹി ഓർഡേർഡ്. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക, പാസ്റ്റ് ഫോം ആക്കി. അപ്പം എങ്ങനെ എഴുതാം? ഹി ഓർഡേർഡ്. അപ്പം ഒരു ചീസ് പിസ്സ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ ചീസ് പിസ്സ. ഹി ഓർഡേർഡ് എ ചീസ് പിസ്സ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. അവനൊരു ചീസ് പിസ്സ ഓർഡർ ചെയ്തു. അപ്പം ഹി ഓർഡേർഡ് എ ചീസ് പിസ്സ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഹി ഓർഡേർഡ് എ ചീസ് പിസ്സ. അവനൊരു ചീസ് പിസ്സ ഓർഡർ ചെയ്തു. ഹി ഓർഡേർഡ് എ ചീസ് പിസ്സ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വെയിറ്റർ ചോദിച്ചു, നിനക്ക് കെച്ചപ്പ് വേണോ? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഇവിടെ ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക്. ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പം നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം. എന്താ ചോദിച്ചത്? നിനക്ക് കെച്ചപ്പ് വേണോ? അതൊരു ഇൻവേർട്ടഡ് കോമയിലോട്ടാണ് ഇട്ടേക്കണേ. നിനക്ക് കെച്ചപ്പ് വേണോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കണ കാര്യം ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വെയിറ്റർ ചോദിച്ചു, നിനക്ക് കെച്ചപ്പ് വേണോ? നമുക്ക് എങ്ങനെ എഴുതാം? ദ വെയിറ്റർ. അപ്പം ഇവിടെ നമുക്ക് കാണാം ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പം നമ്മൾ ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി നമുക്ക് എഴുതണം. കാര്യം എന്താ? ഈ ഒരു സെൻറ്റൻസ് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുന്നത്. ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. ദ വെയിറ്റർ ആസ്ക്ഡ്. അപ്പം ആസ്ക് ആയിരുന്നു, അതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കി, ആസ്ക്ഡ് ആക്കി. അപ്പം ദ വെയിറ്റർ ആസ്ക്ഡ്. നമുക്ക് കാണാം ഇൻവേർട്ടഡ് കോമ ഇട്ടേക്കണം. നിനക്ക് കെച്ചപ്പ് വേണോ? അപ്പം നമുക്ക് അതുപോലെ എഴുതാം. ഇവിടെ ഒരു കോമ ഇട്ടിട്ട് നമുക്ക് എഴുതാം. ഡു യു വാണ്ട് കെച്ചപ്പ്? നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഡു യു വാണ്ട് കെച്ചപ്പ്? അപ്പോൾ ഈ ഒരു ഇൻവെർട്ടഡ് കോമ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? വെയിറ്റർ ചോദിച്ചു, നിനക്ക് കെച്ചപ്പ് വേണോ? ദ വെയിറ്റർ ആസ്ക്ഡ്, ഡു യു വാണ്ട് കെച്ചപ്പ്? അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ദ വെയിറ്റർ ആസ്ക്ഡ്, ഡു യു വാണ്ട് കെച്ചപ്പ്? നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ പറഞ്ഞു, അതെ കുറച്ച് മതി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൻ പറയുക, സേ, അതെ കുറച്ച് മതി. അപ്പം ഈ കുറച്ച് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? എ ലിറ്റിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ പറഞ്ഞു, അതെ കുറച്ച് മതി. അപ്പം നമുക്ക് എഴുതാം അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഈ പറയുക, ഇവിടെ നമുക്ക് കാണാം പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ പറഞ്ഞു എന്നായിട്ട് നമുക്ക് സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. അപ്പം ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് എന്താ എഴുതാൻ പോണത് നമുക്ക് നോക്കാം. സേയുടെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോണത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ സേയ്ക്ക് സേയുടെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. സേയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? സേ, സെറ്റ്, സെറ്റ്. അപ്പം ബാക്കി 2 ഫോമും സെയിം ആണ് കേട്ടോ. അപ്പോൾ സേ, സെറ്റ്, സെറ്റ്. അപ്പം ഈ
ടോട്ടൽ 3 ഫോംസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഫോം സേ അത് നമുക്ക് എഴുതാൻ പറ്റില്ല. കാര്യം എന്താ, അതൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സേ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ എന്താ എഴുതുന്നത്, നമ്മൾ പിന്നെ സെഡ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ സേ നമ്മൾ കൺവേർട്ട് ചെയ്തു, അതിന് കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോമിലാക്കി. അപ്പോൾ നമുക്ക് സെഡ് എഴുതി. ഹീ സെഡ് എന്താണ് പറഞ്ഞത്, അതെ കുറച്ച് മതി. അതെ എന്നുള്ളത് ഞാനിവിടെ എസ് എഴുതി. അതെ കുറച്ച് മതി. അപ്പോൾ ആ കുറച്ച് എന്നുള്ളത് ഞാൻ എന്താ എഴുതാൻ പോണേ, എ ലിറ്റിൽ. അപ്പം എന്താ എഴുതിയത് ഇവിടെ ഞാൻ, അവൻ പറഞ്ഞു അതെ കുറച്ച് മതി. ഹീ സെഡ് യെസ് എ ലിറ്റിൽ. ഹീ സെഡ് യെസ് എ ലിറ്റിൽ. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, നമുക്കിവിടെ പഠിച്ചു നമ്മൾ പറയുക എന്ന് വെച്ചാൽ സേ ആണ്. അപ്പം നമുക്ക് സേ നമ്മൾ എങ്ങനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം, സേക്ക് എത്ര ഫോംസ് ഉണ്ടെന്ന് പഠിച്ചു. സേ ടോട്ടൽ 3 ഫോംസ് ആണ് ഉള്ളത്. അതിലെങ്ങനെയാണ് സേ സെറ്റ് സെഡ്. അപ്പം ബാക്കി 2 ഫോംസും സെയിം ആണ്. അപ്പം നമ്മൾ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ സെക്കൻഡും തേർഡ് ഫോം ആയാലും സെഡ് തന്നെയാണ്. അപ്പം നമ്മൾ സെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഹീ സെഡ് യെസ് എ ലിറ്റിൽ. അവൻ പറഞ്ഞു അതെ കുറച്ച് മതി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വെയിറ്റർ വളരെ വലിയ ഒരു കെച്ചപ്പ് കുപ്പി കൊണ്ടുവന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. വളരെ വലിയ, അപ്പം നമുക്ക് എങ്ങനെ പറയാം, വളരെ വെരി, വലിയ ബിഗ്, ഒരു കെച്ചപ്പ് കുപ്പി. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ഒരു എന്നുള്ളത് നമ്മളിവിടെ എ യൂസ് ചെയ്തിട്ട് പറയാം. എ കെച്ചപ്പ് ബോട്ടിൽ. കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താ, ബ്രിങ്. അപ്പം ഇവിടെ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ബ്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. വെയിറ്റർ വളരെ വലിയ ഒരു കെച്ചപ്പ് കുപ്പി കൊണ്ടുവന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ദ വെയിറ്റർ. അപ്പം കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താ, ബ്രിങ്. അപ്പം നമുക്കിവിടെ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു ബ്രിങ്ങിന് എത്ര ഫോംസ് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കാം. ബ്രിങ്. ഇപ്പോൾ ബ്രിങ്ങിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതിയിട്ട് അതനുസരിച്ച് നമുക്കിവിടെ എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്രാക്കറ്റിൽ എഴുതുന്നത്. ബ്രിങ്, ബ്രോഡ്. ബ്രിങ്, ബ്രോഡ്. അപ്പം ബാക്കി 2 എണ്ണം സെയിം ആണ്. അപ്പം ഫസ്റ്റ് ബ്രിങ് മാത്രം പ്രസൻറ്റ് ഫോമാണ് ബ്രിങ്. അപ്പോൾ ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ഫോം രണ്ടും സെയിം ആണ്, ബ്രോഡ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതാൻ പോണത്, ബ്രിങ്ങിന് നമുക്ക് എഴുതാൻ പറ്റില്ല. ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരിക. അപ്പോൾ ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം നമ്മൾ അത് എഴുതാൻ പറ്റില്ല, കട്ട് ചെയ്തു. അപ്പം ഞാൻ എഴുതാൻ പോകുന്നത് ബ്രോഡാണ്. ദ വെയിറ്റർ ബ്രോഡ്. അപ്പോൾ കൊണ്ടുവന്നു, ഓൾറെഡി കൊണ്ടുവന്നു. അപ്പം ബ്രോഡ്. ദ വെയിറ്റർ ബ്രോഡ്. എന്താ കൊണ്ടുവന്നത്, വെയിറ്റർ വളരെ വലിയ ഒരു കെച്ചപ്പ് കുപ്പിയാണ് കൊണ്ടുവന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ദ വെയിറ്റർ ബ്രോഡ് ഏന്ന് എന്താ എഴുതാൻ കാരണം ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു കൊച്ചു കുപ്പി. അപ്പോൾ ഇവിടെ ഈ ഒരു എന്നുള്ളതിനാണ് ഞാൻ എ എഴുതിയത്. കാര്യം ഒരു കുപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. എ എങ്ങനെ, വലിയ, വളരെ വലിയ. അപ്പം വളരെ എന്നുള്ളതിന് ഞാൻ വെരി എഴുതി. വളരെ, എ വെരി ബിഗ് കുപ്പി എന്നുള്ളതിന് എന്താ എഴുതാൻ പോണേ, ബോട്ടിൽ. അപ്പം വളരെ വലിയ കുപ്പി എന്തിൻ്റെയാണ്, ഓഫ് കെച്ചപ്പ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് വായിച്ച് നോക്കാം. അപ്പം നമുക്ക് വായിക്കാം. എങ്ങനെയാണ്, ദ വെയിറ്റർ ബ്രോഡ് എ വെരി ബിഗ് ബോട്ടിൽ ഓഫ് കെച്ചപ്പ്. വെയിറ്റർ വളരെ വലിയ ഒരു കെച്ചപ്പ് കുപ്പി കൊണ്ടുവന്നു. വെയിറ്റർ ബ്രോഡ് എ വെരി ബിഗ് ബോട്ടിൽ ഓഫ് കെച്ചപ്പ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്ത് പഠിച്ചത്, നമ്മൾ പഠിച്ചു ബ്രിങ്ങിൻ്റെ 3 ഫോംസ്, ബ്രിങ്, ബ്രോഡ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. അപ്പം പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ വരുത്തിയിട്ടുള്ളൂ. കൊണ്ടുവരിക എന്നുള്ളത് പ്രസൻറ്റ് ഫോമാണ്, അത് കൊണ്ടുവന്നു എന്നാക്കാൻ വേണ്ടി നമ്മൾ ബ്രിങ്ങിനെ പാസ്റ്റ് ഫോമാക്കി ബ്രോഡ് എഴുതി. അപ്പം ഈ ഒരു ചേഞ്ചേ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ അത്ഭുതത്തോടെ നോക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, അവൻ, ഹി. അത്ഭുതം എന്ന് നമുക്ക് എങ്ങനെ പറയാം, സർപ്രൈസ്. നോക്കുക, ഇവിടെ നോക്കി എന്നാണ്, നോക്കുക, ലുക്ക്. അപ്പോൾ നോക്കി എന്നാകുമ്പോൾ നമുക്ക് ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. അവൻ അത്ഭുതത്തോടെ നോക്കി. നമുക്ക് എങ്ങനെ എഴുതാം, ഹി. നോക്കുക എന്ന് വെച്ചാൽ ലുക്ക്. അപ്പം നമ്മൾ ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ലുക്ക്ഡ് ആക്കി. അപ്പം ഹീ ലുക്ക്ഡ് സർപ്രൈസ്ഡ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, ഹീ ലുക്ക്ഡ് സർപ്രൈസ്ഡ്. അവൻ അത്ഭുതത്തോടെ നോക്കി, ഹീ ലുക്ക്ഡ് സർപ്രൈസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ലുക്കിനെ കൺവേർട്ട് ചെയ്ത് ലുക്ക്ഡ് ആക്കി. വേറെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് എന്നുള്ളത് അത്ഭുതം, അതിനെ നമ്മൾ സർപ്രൈസ്ഡ് എന്നാക്കി കേട്ടോ. അപ്പോൾ ലുക്ക്ഡ്, ഹീ ലുക്ക്ഡ് സർപ്രൈസ്ഡ്.
നെക്സ്റ്റ് പോയിന്റ്, ഞാൻ കുറച്ച് കെച്ചപ്പാണ് ചോദിച്ചത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ കുറച്ച് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? എ ലിറ്റിൽ കെച്ചപ്പാണ് ചോദിച്ചത്. ഇപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പം ഇവിടെ ചോദിച്ചത് ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഞാൻ കുറച്ച് കെച്ചപ്പാണ് ചോദിച്ചത്. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പം ഇവിടെ ചോദിച്ചു, ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞ കാര്യമാണ്. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അപ്പം നമ്മൾ ചോദിച്ച് കഴിഞ്ഞ കാര്യം ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കി. ഐ ആസ്ക്ഡ്. എന്താണ് ചോദിച്ചത്? ഞാൻ കുറച്ച് കെച്ചപ്പാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ? ഐ ആസ്ക്ഡ് ഫോർ കുറച്ച് എന്നുള്ളത് ഞാൻ ഇവിടെ എ ലിറ്റിൽ എന്ന് എഴുതി. ഐ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ. ഇവിടെ സ്പേസ് ഉണ്ട്, എ കഴിഞ്ഞ് സ്പേസ് ഉണ്ട് കേട്ടോ, ഇച്ചിരി സ്പേസ് ഉണ്ട്. ഞാൻ ഒന്നിച്ച് എഴുതിയപ്പോൾ ഞാൻ അല്ലെങ്കിൽ റബ്ബ് ചെയ്തിട്ട് അതാണ് കറക്റ്റ്. അപ്പം ഐ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ കെച്ചപ്പ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത് ഒന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഞാൻ കുറച്ച് കെച്ചപ്പാണ് ചോദിച്ചത്. ഐ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ കെച്ചപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയാണ് നമ്മൾ എഴുതിയത്. അപ്പം നമുക്കൊന്നും കൂടെ പറയാം. ഞാൻ കുറച്ച് കെച്ചപ്പാണ് ചോദിച്ചത്. ഐ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ കെച്ചപ്പ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വെയിറ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കെച്ചപ്പ് കുപ്പി വലുതാണ്, പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ് എന്ന് പറയാം, സ്മൈൽ എന്ന് പറയാം. പറയുക, ഇപ്പോൾ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് കാണാം. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. ഇപ്പോൾ പറഞ്ഞു എന്നാണ് നമുക്ക് സേയുടെ പാസ്റ്റ് ഫോം എഴുതാം. അപ്പം കുപ്പി ബോട്ടിൽ, വലുത് ബിഗ്, പക്ഷേ ബട്ട്, കുറച്ച് എന്നുള്ളത് നമുക്ക് എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ എന്താ? യൂസ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വെയിറ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കെച്ചപ്പ് കുപ്പി വലുതാണ്, പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ വെയിറ്റർ ഇപ്പോൾ ചിരിക്കുക എന്ന് വെച്ചാൽ സ്മൈൽ നമുക്ക് പറയാം. ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് സ്മൈലിനെ കൺവേർട്ട് ചെയ്ത് സ്മൈൽഡ് ആക്കാം, പാസ്റ്റ് ഫോം ആക്കി. ദ വെയിറ്റർ സ്മൈൽഡ് ആൻഡ്, അപ്പം പിന്നെന്താ? പറഞ്ഞു എന്നല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സേ. ഇപ്പം പറയുക എന്ന് വെച്ചാൽ സേ. അപ്പം ഇവിടെ പറഞ്ഞു എന്നായിട്ട് നമുക്ക് സേയുടെ പാസ്റ്റ് ഫോം സെഡ് എഴുതാം. ദ വെയിറ്റർ സ്മൈൽഡ് ആൻഡ് സെഡ്. എന്താണ് പറഞ്ഞത്? ഇവിടെ ഒരു കോമ ഇടാം. എന്താ പറഞ്ഞത്? കെച്ചപ്പ് കുപ്പി വലുതാണ്, പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഇൻവെർട്ടഡ് കോമയിൽ നമുക്ക് എഴുതാം. ദ കെച്ചപ്പ് ബോട്ടിൽ, കുപ്പിക്ക് നമ്മൾ ബോട്ടിലിന് എഴുതി. ദ കെച്ചപ്പ് ബോട്ടിൽ ഈസ് ബിഗ്. ദ കെച്ചപ്പ് ബോട്ടിൽ ഈസ് ബിഗ് എന്ന് വെച്ചാൽ വലുത്. പക്ഷേ ബട്ട് യു ക്യാൻ, നിങ്ങൾക്ക് കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. യു ക്യാൻ ഉപയോഗിക്കുക, യൂസ്. ബട്ട് യു ക്യാൻ യൂസ് കുറച്ച് എന്നുള്ളത് നമ്മൾ എന്താ എഴുതാൻ പോണേ? എ ലിറ്റിൽ എന്നാണ് ഇവിടെ ഞാൻ എഴുതുന്നത്. കുറച്ച് എ ലിറ്റിൽ. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതിയത് ബട്ട് യു ക്യാൻ യൂസ് ഓൺലി എ ലിറ്റിൽ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ സെൻറ്റൻസ് എഴുതി നമുക്ക് നോക്കാം. ഇതൊരു ഇച്ചിരി വലിയ സെൻറ്റൻസ് ആയിപ്പോയി. ദ വെയിറ്റർ സ്മൈൽഡ് ആൻഡ് സെഡ്, ദ കെച്ചപ്പ് ബോട്ടിൽ ഈസ് ബിഗ് ബട്ട് യു ക്യാൻ യൂസ് ഓൺലി എ ലിറ്റിൽ. വെയിറ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കെച്ചപ്പ് കുപ്പി വലുതാണ്, പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പം ഇവിടെ നമ്മൾ വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒരു പാസ്റ്റ് ഫോം ആണ്. ഇതൊരു പാസ്റ്റ് സെൻറ്റൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പം ഇവിടെ ചിരിക്കുക, സ്മൈൽ. അപ്പം നമ്മൾ സ്മൈലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി സ്മൈൽഡ് ആക്കി. പിന്നെ പറയുക, സേ. അപ്പം പറഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ സേയും കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. പിന്നെ ഇതിൽ പറയാനുള്ള പ്രത്യേകിച്ച് പിന്നെ മീനിങ് പറയാനുണ്ട്. യൂസ് ഉപയോഗിക്കുക, ബട്ട് പക്ഷേ. പിന്നെ എ ലിറ്റിൽ എന്നുള്ളതിന് കുറച്ച് എന്നുള്ളതിന് നമ്മൾ എ ലിറ്റിൽ എന്ന് പറയാം നമുക്ക്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി? ദ വെയിറ്റർ സ്മൈൽഡ് ആൻഡ് സെഡ്, ദ കെച്ചപ്പ് ബോട്ടിൽ ഈസ് ബിഗ് ബട്ട് യു ക്യാൻ യൂസ് ഓൺലി എ ലിറ്റിൽ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും, എവ്രി വൺ, ചിരിക്കുക, ലാഫ്. അപ്പോൾ ഇവിടെ ചിരിച്ചു എന്നാണ്ട് നമുക്ക് ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു. അപ്പം എല്ലാവരും, എവ്രി വൺ ഇൻ ദ റെസ്റ്റോറൻറ്റ്. നമുക്കിവിടെ എഴുതാം ബാലൻസ്.
എവ്രി വൺ ഇൻ ദ റെസ്റ്റോറൻറ്റ് ചിരിക്കുക എന്ന് വെച്ചാൽ എന്താ ലാഫ്. അപ്പം ഇവിടെ നമ്മൾ ചിരിച്ചു എന്നാണ് നമ്മൾ ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം ലാഫ്റ്റ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത് എവ്രി വൺ ഇൻ ദ റെസ്റ്റോറൻറ്റ് ലാഫ്റ്റ്. അപ്പം ഇത് എസ് ആണ് RESTAURANT റെസ്റ്റോറൻറ്റ്. അപ്പം ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പറയാം എവ്രി വൺ ഇൻ ദ റെസ്റ്റോറൻറ്റ് ലാഫ്റ്റ്. റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ് അവനും ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. അപ്പം ചിരിക്കുക ലാഫ്. അപ്പം നമുക്കിവിടെ ചിരിച്ചു എന്നാണ് ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അവനും ചിരിച്ചു. അപ്പം നമുക്ക് എഴുതാം ഹി ഓൾസോ. അപ്പം ചിരിക്കുക ലാഫ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നാണ്ട് ഞാൻ ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി ലാഫ്റ്റ്. ഹി ഓൾസോ ലാഫ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം ഹി ലാഫ് ടു. അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് കുറേ രീതികളിൽ എഴുതാം. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ഇപ്പോൾ ഇവിടെ എനിക്ക് സിമ്പിളായിട്ട് തോന്നി ഹി ഓൾസോ ലാഫ്ഡ്. അല്ലെങ്കിൽ നമുക്ക് ഹി ലാഫ് ടു. അപ്പം അങ്ങനെ എഴുതാം. അപ്പോൾ അവനും ചിരിച്ചു ഹി ഓൾസോ ലാഫ്ഡ്. നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അവൻ പിസയിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. കുറച്ച് എന്ന് നമുക്ക് സം എന്ന് പറയാം, അല്ലെങ്കിൽ എ ലിറ്റിൽ എന്ന് പറയാം. പിന്നെ ഒഴിക്കുക പോർ. അപ്പോൾ ഇവിടെ ഒഴിച്ചു എന്നായിട്ട് നമ്മൾ പോറിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതാം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം അവൻ പിസയിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം പോർ ഒഴിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഒഴിച്ചു എന്നായിട്ട് നമ്മൾ പോറിനെ POURED പോർ നമ്മൾ ED ആഡ് ചെയ്തിട്ട് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി ഹി പോർഡ്. അപ്പം അവൻ പിസയിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഹി പോർഡ് എ ലിറ്റിൽ. അല്ലെങ്കിൽ നമുക്കിവിടെ സമ്മെന്നും എഴുതാം. എ ലിറ്റിലിന് പകരം നമുക്ക് സം യൂസ് ചെയ്തിട്ട് എഴുതാം. ഹി പോർഡ് എ ലിറ്റിൽ കെച്ചപ്പ്. എവിടെയാ ഓൺ ദ പിസ്സ. അപ്പം നമ്മളെങ്ങനെ എഴുതിയത് ഹി പോർഡ് എ ലിറ്റിൽ കെച്ചപ്പ് ഓൺ ദ പിസ്സ. അപ്പം അവൻ പിസയിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. അപ്പം നമ്മൾ ഒന്നും കൂടെ നമുക്ക് പറയാം ഹി പോർഡ് എ ലിറ്റിൽ കെച്ചപ്പ് ഓൺ ദ പിസ്സ. ഇപ്പോൾ ഈ പോർഡ് എന്നുള്ളത് നമുക്ക് ആഡഡ് നമുക്ക് യൂസ് ചെയ്യാം. ഹി ആഡഡ് സം. എ ലിറ്റിലിന് പകരം നമുക്ക് സം ഉപയോഗിച്ച് എഴുതാം. ഹി ആഡഡ് സം കെച്ചപ്പ് ടു ദ പിസ്സ. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ പല രീതിയിൽ എഴുതാം. ഇപ്പോൾ ഇവിടെ എനിക്കൊരു സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു സെൻറ്റൻസ് ആണ്. ഹി പോർഡ് എ ലിറ്റിൽ കെച്ചപ്പ് ഓൺ ദ പിസ്സ. അവൻ പിസ്സയിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് പിസ്സ വളരെ രുചികരമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വളരെ വെരി. അപ്പം രുചി എന്ന് വെച്ചാൽ എന്താ ടേസ്റ്റ്. അപ്പം ഇവിടെ രുചികരമായിരുന്നു. അപ്പോൾ ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പിസ്സ വളരെ രുചികരമായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ദ പിസ്സ. നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്യാൻ പോണേ ദ പിസ്സ വാസ് വെരി. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്ത് ഞാൻ പറയാം. ദ പിസ്സ വാസ് വെരി ടേസ്റ്റി. അപ്പം ദ പിസ്സ വാസ് വെരി ടേസ്റ്റി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ദ പിസ്സ വാസ് വെരി ഡെലീഷ്യസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ പിസ്സ വളരെ രുചികരമായിരുന്നു. ദ പിസ്സ വാസ് വെരി ടേസ്റ്റി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ വാസ് യൂസ് ചെയ്ത് എഴുതിയ കാര്യം ഇവിടെ നമുക്ക് കാണാം രുചികരമായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്ത്. നമ്മൾ യൂസ് ചെയ്യാഞ്ഞത് എന്താ ഈസ് എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് എഴുതിയേക്കാം. ഈസ് എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമാണ്. ആ ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് ഇവിടെ വാസ് നമ്മൾ എഴുതിയത്. വാസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റ് ഫോമാണ്. ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമ്മളെങ്ങനെ എഴുതി ദ പിസ്സ വാസ് വെരി ടേസ്റ്റി. പിസ്സ വളരെ രുചികരമായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റോറി അവസാനിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.